CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞാൽ ഏറ്റവും പവർഫുൾ എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ്. അതായത് കണ്ണൂർ CPM-ന് നേതൃദാരിദ്ര്യമൊന്നുമില്ല. കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ മുഴുവനായിട്ടുള്ള പാർട്ടിയുടെ കമ്മിറ്റിയാണെങ്കിലും നയിക്കുന്നതും അതോടൊപ്പം തന്നെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും ഒക്കെ തന്നെ ഒരു കണ്ണൂർ, അതായത് ഈ പറഞ്ഞ ഒരു ലോബി ഉണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തന്നെയാണ്. പാർട്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹമായി മാറിക്കഴിഞ്ഞു. സർക്കാരിന്റെ ഖജനാവിൽ നിന്നാണ് എന്ത് ചെയ്തത്, കേസ് നടത്തി അവരെ എന്ത് ചെയ്തിട്ടുള്ളത്, പിൻവാതിലായിട്ടുള്ള നിയമനത്തെ എന്ത് ചെയ്തിട്ടുള്ളത്, ഒറിജിനൽ നിയമനമാക്കി മാറ്റി കൊടുത്തിട്ടുള്ളത്. നമസ്കാരം, വൈറ്റ് സ്വാൻ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് അഡ്വക്കേറ്റ് വിഷ്ണു വിജയനാണ്. സ്വാഗതം. രാജ്യത്ത് തന്നെ CPM-ന് ഏറ്റവും അധികം സംഘടനാ ശക്തിയുള്ള ഒരു ജില്ലയാണ് കണ്ണൂര്. ആ കണ്ണൂരിനെ നയിക്കാനായിട്ട്, കണ്ണൂരിന്റെ പാർട്ടിയെ നയിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുമായിട്ടുള്ള KK രാഗേഷിനെ ഏൽപ്പിക്കുകയാണ്. ഈ ഒരു തീരുമാനത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, CPM എന്നല്ല, ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അവരുടെ ഭാരവാഹികളെ ആരാണ് നിശ്ചയിക്കേണ്ടതെന്ന് അതാത് രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് നിശ്ചയിക്കേണ്ടത്. അതിൽ നമ്മൾ മറ്റൊരാൾക്ക് അഭിപ്രായം പറയുന്നതിനും ഒക്കെ തന്നെ പരിധിയുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, CPM പോലെയുള്ള കേരളം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, അതായത് 2 ടേമായിട്ട് ഭരണം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന ഘടകം, അതായത് നമുക്കറിയാം സംസ്ഥാന കമ്മിറ്റി എന്ന് പറയുന്നത്, സംസ്ഥാന സെക്രട്ടറി ഈ പറയുന്നതിന് മുമ്പ് കോടിയേരി സഖാവായിരുന്നു. അതിനുശേഷം ഇപ്പോൾ എന്താണ് ഈ പറയുന്ന MB ഗോവിന്ദൻ മാഷാണ് സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ കണ്ണൂരിൽ നിന്നുള്ള ആളുകളാണ് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ളത്. അപ്പോൾ അതോടൊപ്പം തന്നെ പാർലമെന്ററി പാർട്ടിയുടെ നേതാവായിട്ടുള്ള മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കണ്ണൂരുകാരനാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം പാർട്ടിയുടെ, അതായത് CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞാൽ ഏറ്റവും പവർഫുൾ എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ്. അപ്പോൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ആദ്യം തന്നെ P ജയരാജനായിരുന്നു ജില്ലാ സെക്രട്ടറി ആയിട്ടുണ്ടായത്. അപ്പോൾ P ജയരാജനെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, വടകരയിൽ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുപോകുന്നു. അപ്പോൾ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയായ ശേഷം അദ്ദേഹത്തെ താൽക്കാലിക ചുമതലയിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞ ശേഷം അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു, MB ജയരാജനെ, അതും മുഖ്യമന്ത്രിയുടെ അന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന MB ജയരാജനെ എന്ത് ചെയ്യുന്നു, അവിടേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, P ജയരാജൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നു. കേരളത്തിലെ മറ്റ് എല്ലാ ജില്ലാ കമ്മിറ്റി സെക്രട്ടറിമാരും അന്ന് മത്സരിച്ചവരും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി മത്സരിച്ചവരുമായിട്ടുള്ള പദവി ഒഴിഞ്ഞു നിന്ന, അതായത് ഈ പറയുന്ന മത്സരിക്കാൻ വേണ്ടി പദവി മാറി നിന്ന ആളുകളെയൊക്കെ തന്നെ തിരിച്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, പദവിയിലേക്ക് പുനഃസ്ഥാപിച്ചു. എങ്കിൽ കണ്ണൂർ മാത്രം എന്ത് ചെയ്തു, മാറ്റം വരുത്തിക്കൊണ്ട്, അതായത് എന്ത് ചെയ്തു, P ജയരാജനെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ പറയുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു, അടുത്ത ഒരു ജില്ലാ സെക്രട്ടറിയെ കൊണ്ടുവരുന്ന MB ജയരാജൻ വരുന്നു. അപ്പോൾ MB ജയരാജൻ വന്ന ശേഷമാണ് എന്ത് ചെയ്യുന്നത്, സ്വാഭാവികമായിട്ടും ആ ഒഴിവിലേക്കാണ് എന്ത് ചെയ്യുന്നത്, KK രാഗേഷ് ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിച്ചേരുന്നത്. അതായത് കണ്ണൂർ CPM-ന് നേതൃദാരിദ്ര്യമൊന്നുമില്ല. കാരണം ഒരുപാട് നേതാക്കന്മാരുണ്ട്. കാര്യം ഈ പേരിലേക്ക് തന്നെ, ഈ പദവിയിലേക്ക് തന്നെ പലരും, മുൻ DYFയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഈ പറയുന്ന രീതിയിലുള്ള പല നേതാക്കന്മാരെയും എന്ത് ചെയ്യുന്നുണ്ട്, TV രാജേഷ് ഉൾപ്പെടെയുള്ള ഒരുപാട് യൂത്ത് നിന്നുള്ള ആളുകൾ, അവർക്ക് പരിഗണിക്കാവുന്ന ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവരെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനം പാർട്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം വ്യക്തമാവുകയാണ്, CPM എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കേരളത്തിലെ 14 ജില്ലകളിലും അല്ലെങ്കിൽ ഈ പറയുന്ന കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ മുഴുവനായിട്ടുള്ള പാർട്ടിയുടെ കമ്മിറ്റിയാണെങ്കിലും നയിക്കുന്നതും അതോടൊപ്പം തന്നെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും ഒക്കെ തന്നെ ഒരു കണ്ണൂർ, അതായത് ഈ പറഞ്ഞ ഒരു ലോബി ഉണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തന്നെയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നതെന്ന് ഒരിക്കൽ കൂടി എന്ത് ചെയ്യുന്നു, തെളിയിക്കപ്പെടുന്നു എന്നുള്ളതാണ് വസ്തുത. ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയല്ല എന്നാണ് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അവർ പറയുന്നത് പോലും അങ്ങനെയാണ്. പക്ഷെ പിണറായി എന്നൊരു പേരിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെയല്ലേ നമുക്ക് അതിന് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ കാണുമ്പോൾ അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കാരണം മറ്റ് CPM-ന്റെ നേതാക്കന്മാർക്കൊന്നും ലഭിക്കാത്ത, അല്ലെങ്കിൽ മറ്റ് CPM-ന്റെ നേതാക്കന്മാർക്ക് ആർക്കും അനുഭവിക്കാത്തതായിട്ടുള്ള പല പരിഗണനകളും, അല്ലെങ്കിൽ പലതരത്തിലുള്ള, അതായത് ഈ പറയുന്ന എല്ലാ രീതിയിലുള്ള പരിഗണനകളിലും ഇന്നെന്ത് ചെയ്യുന്നുണ്ട്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പിണറായി വിജയൻ സഖാവിന് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ കാരണമായിട്ട് അവർ പറയുന്നത് അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ശരിയുമാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ന് CPM എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ വളരെ പിന്നോക്കം പോകുന്ന അവസ്ഥയായിരുന്നു. നേരത്തെ ഭരണത്തിലുണ്ടായിരുന്ന ത്രിപുരയിലും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ബംഗാളിലുമൊക്കെ തന്നെ പാർട്ടി ഇന്ന് വളരെ പുറകിലേക്ക് പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആകെ പാർട്ടിക്ക് ഒരു ചുവന്ന തുരുത്ത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ CPM ഭരിക്കുന്ന ഏക സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. സ്വാഭാവികമായിട്ടും ആ കേരളത്തിലെ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നതും ആ ഭരണത്തിൻ്റെ മികവ് കൊണ്ടാണ് അവർ പറയുന്നത് എന്താണ്, പിന്നെ വീണ്ടും ഒരു തുടർഭരണം വന്നത്. അപ്പോൾ ആ തുടർഭരണത്തിനെ നയിക്കുന്ന പിണറായി വിജയൻ സഖാവാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ ഈ വാരിക്കോഴിയാണ് എന്ത് ചെയ്യുന്നത്, പാർട്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹമായി മാറിക്കഴിഞ്ഞു. കാരണം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനെതിരായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ആരോപണം ഉണ്ടാകുന്നു. അദ്ദേഹം കുറ്റക്കാരനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ആരോപണം ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു, അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ എന്ത് ചെയ്തു, ഒരു സംരക്ഷണവും കോടിയേരി സഖാവിൻ്റെ മകനായിട്ടുള്ള ആളിന് എന്ത് ചെയ്തിട്ടില്ല. അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ തന്നെ വന്ന് പറഞ്ഞ എന്താണ്, ഒരു തരത്തിലും അദ്ദേഹം പാർട്ടിക്കാരനല്ല, ഒരു തരത്തിലുള്ള സംരക്ഷണവും ലഭിക്കില്ല എന്ന്. അതേസമയം തന്നെ എന്ത് ചെയ്തു,
ഇപ്പോൾ പിണറായി വിജയൻ സഖാവിനെതിരായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഈ പറയുന്ന കെട്ടിച്ചമച്ചതെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന പല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാർട്ടി പല ക്യാപ്സ്യൂളുകൾ പറയുന്നുണ്ടെങ്കിലും ഏതൊരാൾക്കും ബോധ്യമുള്ള കാര്യമാണ് എന്താണ്, അതായത് കേരളത്തിലെ ഏറ്റവും വലിയൊരു മാഫിയ തലവൻ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും ഈ പറയുന്ന വ്യവസായ മാഫിയ എന്ന് പറയുന്ന ഒരാൾ എന്ത് ചെയ്യുന്നു, എല്ലാ മാസവും ഒരു സർവീസും കൊടുക്കാതെ ഒരു കൺസൾട്ടൻസിക്ക് എന്ത് ചെയ്യുന്നു, രണ്ട് കോടി എത്രയോ രൂപ, 2,50,00,000 രൂപ അടുപ്പിച്ച് എന്ത് ചെയ്തു കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമാണ് എന്തിനാണ് കൊടുത്തതെന്ന്. എന്താണ് അതിനെ നമ്മൾ എന്ത് ചെയ്യുക, മാസപ്പടിയെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന കോഴയെന്നോ അല്ലെങ്കിൽ എന്താണ് ഉപകാരസ്മരണമെന്നോ എന്ത് വേണമെങ്കിലും പേരിട്ട് വിളിക്കാം. അപ്പോൾ അതെന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും വ്യക്തമാണ്. എന്നിട്ട് പോലും ഈ ഒരു കാര്യം ചർച്ച ചെയ്യുവാനോ അല്ലെങ്കിൽ ഈ ഒരു കാര്യം പൊതുസമൂഹത്തിലേക്ക് മുമ്പിലേക്ക് കൊണ്ടുവരുവാനോ അതല്ലെങ്കിൽ എന്താണ് ഇവിടെ ഇത്തരത്തിലുള്ള ചർച്ച, അതായത് ഈ കോടിയേരി സഖാവിൻ്റെ കാലഘട്ടം കഴിഞ്ഞിട്ട് ഒരുപാട് കാലമായിട്ടില്ല. അപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ സ്വീകരിച്ചൊരു നിലപാട് അദ്ദേഹം അന്ന് പോളിറ്റ് ബ്യൂറോ മെമ്പറുമായിരുന്നു, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്നു. ഇദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. ഇപ്പോൾ ഈ പ്രായത്തിൻ്റെ ആനുകൂല്യം വാരിക്കോരി കൊടുത്ത് വീണ്ടും അദ്ദേഹത്തെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മകളുടെയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിലോ എന്ത് ചെയ്യുന്നില്ല, ഉണ്ടാവുന്നില്ല. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യക്തമാണ് അദ്ദേഹമാണ് കേരളത്തിലെ പാർട്ടി എന്ന് പറഞ്ഞാൽ പിണറായി ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായ എന്തില്ല. അത് ഈ പറയുന്ന വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് വേണമെങ്കിൽ പറയാം ഞങ്ങൾ എന്താണ് ഈ പറയുന്ന ലെനിനിസ്റ്റ് സംഘടനാക്രമമാണെന്നും അല്ലെങ്കിൽ ഈ പറയുന്ന പൊളിറ്റേറിയൻ ഡിക്റ്റേറ്റർഷിപ്പ് ആണെന്നും അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ പാർട്ടിയാണ് സർക്കാരിനെക്കാട്ടി മുകളിലെന്നൊക്കെ പറയാം. പക്ഷേ റിയാലിറ്റി എന്ന് പറയുന്നത് എന്താണ്, പാർട്ടി തന്നെയാണ്. പാർട്ടി എന്നാൽ പിണറായി വിജയൻ തന്നെയാണ് കേരളത്തിൽ. അതിൽ ആർക്കും എന്ത് വേണ്ട, ഒരു സംശയവും വേണ്ട. പിണറായിയുടെ നോമിനിയാണ് കെ രാഗേഷ്, പിണറായിയാണ് ആ പേര് നിർദ്ദേശിച്ചത്. തീർച്ചയായിട്ടും ആണല്ലോ, അല്ലാതെ ഒരാളെ എന്താണ് കേരളത്തിലെ CPM-ന്റെ ഒരു സംസ്ഥാന നേതാവിനെ പാർട്ടിയുടെ അതായത് ഈ ഭരണകൂടത്തിൽ അദ്ദേഹത്തിന്റെ സ്വന്തം ഓഫീസിൽ ഒരു ഉന്നതമായിട്ടുള്ള പദവിയിൽ വെക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തില്ല, ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, സ്വാഭാവികമായിട്ടും മറ്റൊരാളെ വിശ്വാസമല്ല ഒരാളെ വെക്കാതിരിക്കത്തില്ലല്ലോ. അതുപോലെ തന്നെ കെ രാഗേഷിന്റെ ഭാര്യയ്ക്കെതിരായിട്ട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന യൂണിവേഴ്സിറ്റി നിയമനവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ തന്നെ എന്ത് ചെയ്തു, അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും എന്താണ് സംരക്ഷിച്ചതും മുഖ്യമന്ത്രിയാണ്. അതിലാർക്കാണ് സംശയം? അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന സർക്കാരിന്റെ ലക്ഷക്കണക്കിനും കോടിക്കണക്കിന് രൂപയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത്തരം കേസുകൾ നടത്താൻ വേണ്ടി എന്ത് ചെയ്തത്, സർക്കാരിന്റെ ഖജനാവിൽ നിന്നാണ് എന്ത് ചെയ്തത്, കേസ് നടത്തി അവരെ എന്ത് ചെയ്തിട്ടുള്ളത്, പിൻവാതിലായിട്ടുള്ള നിയമനത്തെ എന്ത് ചെയ്തിട്ടുള്ളത്, ഒറിജിനൽ നിയമനമാക്കി മാറ്റി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യക്തമാണ് എന്താണ്, സ്വാഭാവികമായിട്ടും അയാൾ എന്താണ് അദ്ദേഹത്തിന്റെ അടുത്ത ആളാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഇങ്ങനെ പുതിയ ഒരാൾ വരുമ്പോൾ നിലവിലോടെ CPM-ന് വേണ്ടി ഒരുപാട് പ്രയത്നിച്ച ഒരാളാണ് P ജയരാജൻ. അപ്പൊ P ജയരാജന് ഒരു എതിർപ്പ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എതിർപ്പ് വന്നാൽ അതിനെ എങ്ങനെയായിരിക്കും പാർട്ടി മറികടക്കുക? അല്ല, അങ്ങനെ ഒരു എതിർപ്പ് ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം എന്താണ്, ചിലപ്പോൾ എന്താണ് നേരത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചപ്പോൾ എന്താണ് പഴയ ഒരു സ്വരാജിന്റെ പോസ്റ്റ് ഇട്ട് P ജയരാജന്റെ മകൻ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കിയതുപോലെ ഇന്നോ നാളെയോ ചിലപ്പോൾ എന്ത് ചെയ്യും, അദ്ദേഹം ഇത്തരത്തിലൊരു വാട്സപ്പിലോ ഏതെങ്കിലും തരത്തിൽ പഴയ ഏതെങ്കിലും ഒരാളുടെ ഡയലോഗോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോട്ടോയോ ഒക്കെ ഇട്ട് എന്ത് ചെയ്യും, നിർവൃത്തി അടയാമെന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം പാർട്ടിയുടെ നിയന്ത്രണവും ഭരണത്തിന്റെ നിയന്ത്രണവും എല്ലാം തന്നെ എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു, ഇന്ന് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വളരെ പവർഫുൾ ആണ്. സ്വാഭാവികമായിട്ടും എന്താണ്, അതിനെതിരെ ആർക്കും തിരുവായ്ക്ക് എതിർവായില്ല എന്ന് പറയുന്ന പോലെ എന്തില്ല, ആർക്കും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആരും അതിനെതിരെ പ്രത്യേകിച്ച് കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. 2026 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് CPM-നും വളരെ നിർണായകമാണ്. കാരണം ഇനി ഒരു ഭരണം കിട്ടിയില്ല എങ്കിൽ ഈ അങ്ങ് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പാർട്ടിയെ ഇല്ലാതാകും, അല്ലെങ്കിൽ ഭരണമില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എങ്ങനെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ അവര് നേരിടാൻ പോകുന്നത്? തീർച്ചയായിട്ടും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടോ വളരെ ഒരു മുന്നൊരുക്കങ്ങൾ CPM ആരംഭിച്ചിട്ടുണ്ട്. അതായത് മൂന്നാം ഭരണം പിണറായി ഭരണം തന്നെയാണ് എന്നുള്ള ഒരു ധാരണയിലാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഈ പറയുന്ന രീതിയിൽ അപവാദങ്ങളും അല്ലെങ്കിൽ എന്താണ് എങ്ങനെയാവുമെന്നൊക്കെ ജനങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് കേരളത്തിൽ ഒരു പോളറൈസേഷൻ ഉണ്ടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ കേരളത്തിൽ കൃത്യമായിട്ടുള്ള വിഭജനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കേരളത്തിലൊരു ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടപ്പിലാക്കിക്കൊണ്ട് വീണ്ടും എങ്ങനെയാണോ ആദ്യ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരായിട്ട് ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആരോപണങ്ങൾ മാത്രമല്ല, പല ആരോപണങ്ങൾക്കും തെളിവുകളും ഒക്കെ തന്നെ വസ്തുതകളും ഒക്കെ ഉണ്ടായിരുന്നു. സർക്കാർ തന്നെ പല കാര്യങ്ങളും U-turn പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തിലും ഇതേ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെ ഒന്നും എന്തില്ല, ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ എന്ത് ചെയ്യപ്പെടും, വിജയിക്കുമെന്നും അങ്ങനെ വോട്ട് കിട്ടാൻ ഈ പറയുന്ന വികസനമോ അല്ലെങ്കിൽ ഈ പറയുന്ന വിവാദങ്ങളോ അല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന ആരോപണങ്ങൾക്കൊന്നും അല്ല പ്രസക്തി. അത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് സോഷ്യൽ എഞ്ചിനീയറിംഗ് എങ്ങനെ നടപ്പിലാക്കണമെന്ന് കൃത്യമായിട്ട് അറിയാമെന്നുള്ള ധാരണ പ്രകാരമാണ് കേരളത്തിലെ പല സംഭവ വികാസങ്ങളും നമ്മൾ നോക്കുമ്പോൾ അസാധാരണമായിട്ടുള്ള സംഭവ വികാസങ്ങളാണ് ഉണ്ടാകുന്നത്. കാര്യം കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ ഒരു വലിയ സമുദായ നേതാവ് കേരളത്തിലെ ഒരു ജില്ലയെക്കുറിച്ച് വളരെ മോശം പരാമർശം നടത്തുന്നത്. അതേ സമുദായ നേതാവിനെ എന്ത് ചെയ്യുന്നു, മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യുന്നു, ഈ ആലേഖനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ മഹത്വവൽക്കരിക്കുന്നു.
ഇതിൽ നല്ല കാര്യങ്ങൾ വ്യക്തമാണല്ലോ. കാര്യം അവർ കൃത്യമായിട്ട് എന്താണ് അതിനുള്ള മുന്നൊരുക്കങ്ങൾ, അവർക്ക് കൃത്യമായ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ യാതൊരു വിധമായ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഈ MV ജയരാജനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു തീരുമാനം അതെങ്ങനെ ഗുണകരമാവും? അല്ല, MV ജയരാജനെ തിരുവനന്തപുരത്ത് കൊണ്ടുവരാനുള്ള കാരണത്തോടു കൂടി ഇത് സമ്പൂർണ്ണമാവുകയാണ്. കാരണം എന്താണ്, സ്വാഭാവികമായിട്ടും അപ്പോൾ എന്താണ്, ഇതുവരെ കണ്ണൂർ ജില്ലയും അല്ലെങ്കിൽ സംസ്ഥാന പാർട്ടിയുമാണെങ്കിൽ ഈ പറയുന്ന സംസ്ഥാന പാർട്ടിയുടെ ഓഫീസ് നിൽക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഭരണം നിലനിൽക്കുന്ന ജില്ലയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കൂടി എന്ത് ചെയ്യുന്നു, തങ്ങളുടെ സ്വാധീനം അരക്കിട്ടുറപ്പിക്കുന്നു. അവിടെ BJPക്ക് വ്യക്തമായ സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ കേരളത്തിൽ എന്താണ് BJPയും CPMഉം കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള ബന്ധങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റുകളെന്ന് വിളിക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും പകൽ പോലെ വ്യക്തമാണല്ലോ. കാരണം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ നേരെയുള്ള ഒരു ആരോപണമായിരുന്നു ലാവലിംഗ് കേസ് എന്ന് പറയുന്നത്. ആ കേസ് ഏകദേശം 40 തവണയും മുകളിൽ എന്ത് ചെയ്തിരിക്കുന്നു, സർക്കാരോ അല്ലെങ്കിൽ CBO ഹാജരാവാത്തതിന്റെ പേരിലാണ് ഓരോ തവണയും എന്ത് ചെയ്യുന്നത്, കേസ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അവിടെ മുതൽ ഇങ്ങോട്ട് ഈ പറയുന്ന സ്വർണ്ണക്കടത്ത് മുതൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഈന്തപ്പഴം കടത്ത് മുതൽ എങ്ങനെ എത്രയൊക്കെയോ ആരോപണങ്ങൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന ഈ പറയുന്ന ഇപ്പോഴത്തെ ഈ പറയുന്ന FSIO അന്വേഷണം വരെയുള്ള കാര്യങ്ങളിൽ നമുക്ക് കൃത്യമായ ബോധ്യമുണ്ട്. കാര്യം എന്താണ്, ഒരു സർക്കാരിനെ എന്ത് ചെയ്യുന്നില്ല. കാരണം ഇന്ത്യയിലെ BJPയെ സംബന്ധിച്ചിടത്തോളം BJP ലക്ഷ്യം വെക്കുന്നത് ഒരു കോൺഗ്രസ് മുക്തമായിട്ടുള്ള ഭാരതമാണ്. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് എന്ന് പറയുന്ന ഇവിടെ ഒരിക്കലും BJPക്ക് അധികാരത്തിൽ വരാൻ കഴിയില്ല എന്ന് അവർക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് CPMന്റെ ഭരണം നഷ്ടപ്പെട്ടാൽ അടുത്ത ഭരണത്തിൽ വരാൻ പോകുന്നത് കോൺഗ്രസ് ആണ്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ഒരു ഈ പറയുന്ന പോലെ നമ്മൾ പറഞ്ഞല്ലോ, അവരുടെ ഭാഷയിൽ പറയുമ്പോൾ എന്താണ്, ഒരു തന്ത്രപരമായ അല്ലെങ്കിൽ ഒരു നയപരമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം എന്ത് ചെയ്യുന്നു, അതിന് ഈ പറയുന്ന തൃശ്ശൂർ സീറ്റ് നഷ്ടപ്പെട്ടതിലൂടെ നമ്മൾ ആ യാഥാർത്ഥ്യത്തിന്റെ കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇനിയും തിരുവനന്തപുരത്തേക്കാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ പല കാര്യങ്ങളും എന്ത് ചെയ്യും, നമ്മൾ കാണേണ്ടതായിട്ട് വരും. കണ്ണൂർ രാഷ്ട്രീയം പിണറായി വിശ്വസ്തനെ ഏൽപ്പിക്കുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്.